നമസ്കാരം. റേക്കി മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊരു വിഷയമാണെന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത്. മേഘാവൃതമല്ലാത്ത ആകാശം റേക്കി ചെയ്യുമ്പോൾ നിങ്ങളുടെ മനോമുഖരങ്ങളിൽ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനായാസേന റേക്കി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. റേക്കിയുടെ കടന്നുവരവ്, പ്രാണൻ്റെ കടന്നുവരവ്, പ്രാണൻ ആധാരചക്രങ്ങളിലൂടെ പ്രവേശിക്കുകയും ചക്രങ്ങൾ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രാണശക്തിയെ വമിപ്പിക്കുകയും ചെയ്യുകയും തത്സമയം സൂക്ഷ്മ ശരീരം ശുദ്ധീകരിക്കപ്പെടുകയും അതുവഴി ഫിസിക്കൽ ബോഡിയിലുള്ള അവയവങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് റേക്കിയുടെ സവിശേഷത. പ്രധാനമായും ഇതിന് പ്രയോജനപ്പെടുത്തുന്നത് പ്രാപഞ്ചിക പ്രാണൻ എന്നുള്ളതാണ്. ശ്വസന പ്രക്രിയയിൽ നമ്മൾ വായുവിനെ മാത്രമല്ല സ്വാംശീകരിച്ചെടുക്കുന്നത്, വായു പ്രാണന് വഹിക്കപ്പെടാനുള്ള ഒരു വാതയാനം മാത്രമാണ്, ഒരു വാഹനം മാത്രമാണ്. ഇപ്പോൾ റേക്കി ഒരു ധ്യാന സമ്പ്രദായമാണ്. അത് ഭൗതിക തലത്തിൽ പ്രവർത്തിക്കുന്നത് ധ്യാനത്തിലിരുന്ന് ചെയ്യുമ്പോൾ മോർ എഫക്റ്റീവായിട്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടും എന്നുള്ളതാണ്. ഇവിടെ റേക്കി ചെയ്യാനിരിക്കുമ്പോൾ മേഘാവൃതമല്ലാത്ത ഒരു ആകാശം കടന്നു വരും. അങ്ങനെ ഒരു ആകാശ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ധ്യാനത്തിനായി നിങ്ങൾ ഏതെങ്കിലും കടപ്പുറത്തോ തുറസായ സ്ഥലത്തോ വനത്തിലോ മലർന്നു കിടന്നുകൊണ്ട് മേഘാവൃതമല്ലാത്ത ആകാശത്തിലേക്ക് ഇമച്ചിമ്മാതെ കണ്ണു തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയം നിങ്ങൾ റേക്കിയെ ഇൻവൈറ്റ് ചെയ്യുക. തത്സമയം നിങ്ങളിൽ വളരെ അത്ഭുതകരമായ രീതിയിൽ ഒരു പീക്ക് ലെവൽ ഓഫ് എനർജി ഫ്ലോ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഈ മേഘാവൃതമല്ലാത്ത ആകാശം എന്നൊക്കെ പറയുന്നത്? നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ആകാശത്തിലൂടെ പറക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷികളെപ്പോലെ. അതുപോലെ തന്നെ കടലിൽ നിങ്ങൾക്ക് മത്സ്യങ്ങളെപ്പോലെ നീന്താൻ സാധിക്കില്ലായിരിക്കാം. പക്ഷേ നിങ്ങളൊരാകാശം നിങ്ങളുടെ ഉള്ളിൽ തന്നെ മെനഞ്ഞുണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ അനേകം പക്ഷികൾക്ക് പറക്കാനും അനേകം മനുഷ്യർക്ക് നിങ്ങളിലൂടെ കടന്നു പോകാനും അതിൽ വച്ച് നിങ്ങൾക്ക് പലരെയും സുഖപ്പെടുത്താനും സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെയൊരു പാരഡൈം ഷിഫ്റ്റിങ്ങിൻ്റെ ധ്യാനത്തിൽ പ്രായോഗിക വശമായിട്ട് സംഭവിക്കുന്നത്. ഒരു ധ്യാന മുറ എന്ന രീതിയിൽ ഈ മേഘാവൃതമല്ലാത്ത ആകാശത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതി, സാന്നിധ്യം, ഏകാന്തത, അതായത് മനസ്സിൻ്റെ വിശ്രാന്തി, ലയം, സമാധി, ആനന്ദാനുഭൂതി ഉളവാക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ആകാശത്തെ ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലേശകരമായിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ സംഭവിക്കുന്നതായിട്ട് അനുഭവപ്പെടും. പക്ഷേ അതിലൊന്നും മനസ്സ് ഇടറാതെ വെറുതെ കണ്ണിമയ്ക്കാതെ ആകാശത്തിലേക്ക് നോക്കി കിടക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രസ്താവ്യമായിട്ടുള്ള സംഗതി. ആകാശത്തിൽ നമുക്ക് മേഘാവൃതമല്ലാതെ അതിനെ ഒരു ഗ്രീഷ്മാകാശം ആയിട്ട് തന്നെ ആ ആകാശത്തെ നമ്മൾ വിഭാവനം ചെയ്യുക, കാണുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ശൂന്യതയും വ്യക്തതയും, അതിൽ ഒന്നും സഞ്ചരിക്കുന്നില്ല. അത് തീർത്തും അനാഹതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഹൃദയപത്മത്തിൽ നിന്നാണ് ഈ മേഘാവൃതമല്ലാത്ത ആകാശം രൂപം കൊള്ളേണ്ടത്. അതിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ്റേതായിട്ടുള്ള അനേകം തലങ്ങളെ സൃഷ്ടിച്ചെടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുക, അതിനെക്കുറിച്ച് ധ്യാനിക്കുക, ആ വ്യക്തതയിൽ ലയിക്കുക, അതേ വ്യക്തതയായി തീരുക. ഈ ആകാശത്തെ, വ്യക്തതയെ, ഈ വ്യക്തമായ ധ്യാന സ്വരൂപം ആയി നമ്മളെ തന്നെ
ധ്യാനിക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള പാദം, ആദ്യ പാദം. ഇനി ഈ ആകാശത്തെക്കുറിച്ച് ധ്യാനിക്കുക സുന്ദരമാണ്. ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ഭൂമിയിൽ മലർന്നു കിടക്കുക. എന്തെങ്കിലും വിഭജനമായ ഒരു സംഗതികളെ ഒന്നും മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക. വേണമെങ്കിൽ കടപ്പുറത്ത്, അല്ലെങ്കിൽ കാട്ടിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഏകാന്തമായ ഒരു പരിസരത്ത്, പള്ളിമുറ്റത്തോ അമ്പലമുറ്റത്തോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ആകാശത്തിലേക്ക് നോക്കുക. മേഘമയമല്ലാത്ത ആകാശമായിരിക്കും അനുഭവപ്പെടുക. അനുയോജ്യം അതാണ്. ആകാശത്തിലേക്ക് വെറുതെ നോക്കിക്കൊണ്ടതിൻ്റെ അഭിവ്യക്തത അനുഭവിച്ചറിയുക. മേഘാവൃതമല്ലാത്ത ആകാശം. അതൊരു അപരിമേയമായ നീലിമ പോലെയോ റേക്കിയുടെ പ്രവാഹത്തിൻ്റെ സാന്നിധ്യം പോലെയോ ആ ആകാശത്തെ തിരിച്ചറിയുക. ഭൂമിയിൽ നിങ്ങൾ ഒന്നും തന്നെ ധ്യാനിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം എല്ലാം മനുഷ്യനിർമ്മിതങ്ങളായിട്ടുള്ള വലിയ വലിയ നിർമ്മിതികളാണ് ഇവിടെ എല്ലായിടത്തും കാണപ്പെടുന്നത്. ഇടയ്ക്ക് ചില ഗ്രീനറീസൊക്കെ ഉണ്ടെങ്കിലും അതിലേക്കെല്ലാം തന്നെ വീണ്ടും ഈ നിർമ്മിതികളുടെ കടന്നുകയറ്റം മൂലം ധ്യാനത്തിന് അസൗകര്യമുണ്ടാകും. അപ്പോൾ ഇതിനെയെല്ലാം വിസ്മരിച്ചുകൊണ്ട്, മാറ്റിക്കൊണ്ട് തുറസായ സ്ഥലത്ത് ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് നിങ്ങൾ ഒരു 20 മിനിറ്റ് സമയം റേക്കിയെ ഇൻവോക്ക് ചെയ്യുക. ഇൻവോക്ക് ചെയ്യുമ്പോൾ 2 കൈകളും ഇങ്ങനെ തിരിച്ചു പിടിക്കുക ആകാശത്തിലേക്ക്. ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ് ഹിയർ. ഞാൻ എന്നോട് നന്ദി. ഐ താങ്ക് റേക്കി ഫോർ ബീങ് ഹിയർ. ഞാൻ റേക്കിയോട് നന്ദി. ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ് ഹിയർ. ഞാൻ എന്നോട് നന്ദി. ഞാൻ ഗുരു പരമ്പരയോട് നന്ദി. ഇങ്ങനെ കൈകൾ പിടിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ശക്തമായ പ്രവാഹം, ഒരു ഭയങ്കരമായ ഒരു ബലം നിങ്ങളെ ആദേശം ചെയ്യുന്നതായിട്ട് അനുഭവപ്പെടും. പ്രപഞ്ചം നിങ്ങളിലേക്ക് സമ്മേളിക്കുന്ന ഒരു സമയം ആയി അതിനെ കണക്കാക്കുക. അതിനുശേഷം ഈ ആകാശത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സുഖപ്പെടുത്താം. നിങ്ങൾ ഏത് രീതിയിലുള്ള രോഗിയാണോ, ഏത് രീതിയിലുള്ള ക്ലേശത്തിലാണോ, കഷ്ടതയിലാണോ നിങ്ങൾ കഴിയുന്നത്, അതിനെ നിങ്ങൾ പ്രകാശം കൊണ്ട് കുളിപ്പിക്കുക. ഈ ആകാശ ധ്യാനത്തിലിരുന്നു കൊണ്ട് നിങ്ങൾ സ്വമേധയാ നിങ്ങൾ കുളിക്കുക. അതായത് അഗ്നി കൊണ്ട് നിങ്ങൾ ആദ്യം കുളിക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ എനർജി ബോഡിയുടെ പെരിഫറികളിൽ, അതായത് പരിധിയിൽ എല്ലാം അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കുന്ന രോഗത്തിൻ്റെ സൂക്ഷ്മ കണികകളായിട്ടുള്ള നെഗറ്റീവ് എനർജി പാറ്റേൺസ് എല്ലാം ഇങ്ങനെ കരിഞ്ഞ് കത്തി ബേൺ ചെയ്ത് പോയി അങ്ങനെ ഒരു തേജോമയമായ ഒരു ശരീരമായിട്ട് മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം നിങ്ങൾ ജലധാരയിൽ, സങ്കല്പത്തിൽ ജലം കൊണ്ട്, ജലതത്വം കൊണ്ട് കുളിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു തണുവ്, ഒരു നിറവ് നിങ്ങളിൽ അനുഭവപ്പെടും. ശ്വാസം കൊണ്ട് തന്നെ നിങ്ങൾ പ്രാണൻ ശ്വസിച്ച് നിറയ്ക്കുക. ഡീപ് ബ്രീത്ത്, അല്പസമയം ഉള്ളിൽ നിർത്തുക. അങ്ങനെ ജലതത്വങ്ങൾ സമപൂരിതമാകുന്നു. നിങ്ങളുടെ കാലിൻ്റെ പെരുവിരൽ മുതൽ, സ്കിൻ മുതൽ, സർഫേസ് ഏരിയയിൽ നിന്ന് ഇൻറ്റേണലായിട്ടുള്ള എല്ലാ ഓർഗാൻസിലും ജലം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും.
മൂന്നാമതായി നിങ്ങൾ ശുദ്ധീകരിക്കേണ്ടത് നിങ്ങൾ ഭൂമി, ഡീപ് ബ്രീത്ത്, ഭൂമി തത്വം കൊണ്ട് നിങ്ങളുടെ ശരീരം മുഴുവൻ കുളിക്കുക. അപ്പോൾ നിങ്ങളുടെ കേടുവന്ന അവയവങ്ങളിലെല്ലാം തന്നെ ഭൂമി തത്വം അതിങ്ങനെ ഘനീഭവിച്ച് ആ കേടുപാടുകൾ അവിടെ പരിഹരിക്കുന്നതായിട്ട് ഭാവനയിൽ കാണുക. അപ്പോൾ കിഡ്നി വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ കിഡ്നിയുടെ ആ രൂപം നിങ്ങൾ ഉള്ളിൽ സങ്കല്പിക്കുകയും ഈ ആകാശ ധ്യാനത്തിൽ സങ്കല്പിക്കുകയും ആ കിഡ്നിയുടെ കേടുപാടുകൾ ഭൂമി തത്വം ഉപയോഗിച്ച് അത് പുഷ്ടിപ്പെട്ടു വരുന്നതായിട്ട് സങ്കല്പിച്ച് അതിനെ ആരോഗ്യവൽക്കരിക്കുക. അതുപോലെ പ്രമേഹ രോഗിയാണെങ്കിൽ പാങ്ക്രിയാസ് ഹോർമോൺ ഇൻസുലിൻ സെക്രേറ്റ് സ്വമേധയാ ചെയ്യുന്നില്ല, ബീറ്റാ സെല്ലുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പാങ്ക്രിയാസിനെ ഭാവനയിൽ കണ്ടിട്ട് അതിനെ ഭൂമി തത്വം കൊണ്ട് പുഷ്ടിപ്പെടുത്തുക. മെല്ലെ വളരെ ഇതായി നിങ്ങളുടെ പാങ്ക്രിയാസ് ഇങ്ങനെ ആക്ടിവൈസ്ഡായി വന്ന് അതിൽ നിന്ന് മെല്ലെ ഇൻസുലിൻ ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്നതായിട്ട് അത് രക്തത്തിലേക്ക് ഒഴുകിപ്പോകുന്നതായിട്ട് ഭാവനയിൽ കാണുക. അപ്പോൾ കടുത്ത പ്രമേഹ രോഗം മെല്ലെ കുറയുന്നു, മരുന്നിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇനി ഹാർട്ട് കംപ്ലൈൻ്റ് ആണ്, ഇനി ബ്ലോക്കാണ്, അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്കിനെയും നിങ്ങൾക്ക് ഈ ഭൂമി തത്വം ഉപയോഗിച്ച് സുഖപ്പെടുത്താൻ സാധിക്കും. അതായത് നിങ്ങളുടെ ബ്ലോക്കിന് സമാന്തരമായിട്ട് നിങ്ങളുടെ ബ്ലോക്കിൽ നീങ്ങിപ്പോകുന്നതിന് ഉപരിയായി തന്നെ ഒരു ബൈപ്പാസ്, ഒരു രക്തധമനി ഈ ബ്ലോക്കിനെ കവർ ചെയ്തുകൊണ്ട് കടന്ന് ഹൃദയത്തിന് വേണ്ടുന്ന ഒഴുക്ക്, രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സം കൂടാതെ ആ ഒഴുകിപ്പോകുന്ന ഒരു അഡീഷണൽ ബ്ലഡ് വെസൽസ് പുനർജനിക്കപ്പെട്ടതായിട്ട് നിങ്ങൾ ഭാവനയിൽ കാണുക. അതിലൂടെ രക്തം നന്നായി കടന്നു പോകുന്നു, ഹാർട്ട് നന്നായി പമ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ബ്ലോക്ക് മെല്ലെ മാറിപ്പോയി ആ ബ്ലോക്ക് തുറക്കുന്നു പതുക്കെ. അതിലൂടെ രക്തം ഇങ്ങനെ പതുക്കെ സഞ്ചരിച്ച് പിന്നെ അത് നല്ല ഫ്ലോ ആയിട്ട് ഒഴുകി പോകുന്നതായിട്ട് ഭാവന ചെയ്യുക. അടുത്തത് ആകാശതത്വമാണ്. ആകാശത്തിൽ ആ ആകാശം കൊണ്ട് നിങ്ങൾ മഹാകാശമായി നിങ്ങൾ കുളിക്കുക, ഭാവനയിൽ കാണുക. നിങ്ങളുടെ ആകാശതത്വം അതിൽ നിങ്ങൾക്കിങ്ങനെ ലോകത്തിൻ്റെ ഏത് കോണിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാൻ സാധിക്കും. നിങ്ങൾ നനഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഭാവനയിലുള്ള ആ നിതാന്ത ശൂന്യമായ ആകാശത്തിലൂടെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് മറുകരയിലേക്കും നിങ്ങൾക്ക് സാഗൂതം കടന്നു ചെല്ലാനുള്ള ഒരു വഴി തുറക്കുന്നതായി നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതായി നിങ്ങൾ ഭാവനയിൽ കാണുക. അങ്ങനെ റെയ്ക്കിയുടെ ഫ്ലോ നിങ്ങളിങ്ങനെ കൈകളിൽ എപ്പോഴും ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക. എല്ലാ സമയങ്ങളിലും ഈ ഹാൻഡ് സെൻസറി പെർസെപ്ഷൻ ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിച്ചിരിക്കുക. ഈ ശക്തി എന്നിലുണ്ട്, ഞാൻ ഈ ശക്തി കൊണ്ട് ഏത് രോഗത്തെയും സുഖപ്പെടുത്താൻ എനിക്ക് സാധിക്കുമെന്ന് ദൃഢമായി അഫർമേറ്റ് ചെയ്യുക. 20 മിനിറ്റ് സമയം നിങ്ങൾ ഈ പഞ്ചഭൂത ഉപാസന ചെയ്ത്, അതായത് അഗ്നി, ജലം, വായുവും അതുപോലെ തന്നെ പറഞ്ഞില്ല, വായു തത്വം, വായു നിങ്ങളിൽ നിറയുന്നു, എല്ലാ രന്ധ്രങ്ങളിലും വായു പ്രവാഹം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ദുഷിച്ച വായു കണങ്ങളുണ്ടെങ്കിൽ ദേഹത്ത് നിന്ന് വിടുതൽ പ്രാപിച്ചു പോകുന്നു, പുതിയ വായു നിറയുന്നു ശരീരത്തിൽ മുഴുവൻ. അതുപോലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരക്കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു, നിങ്ങൾക്ക് പറക്കാനുള്ള കഴിവ്, നിങ്ങൾ ഈ ആകാശത്തിലൂടെ പറക്കാനുള്ള കഴിവ് ആർജിക്കുന്നു. അതുപോലെ ഈ വായു തത്വം ഉപയോഗിച്ച് വായുവിലേക്ക് നിങ്ങൾ റെയ്ക്കി വയ്ക്കുന്നു ഒരു ഗോളമായിട്ട്. ദൂരെയുള്ള ഒരു രോഗിയാണെങ്കിൽ ഈ വായുവിലൂടെ ഈ ഗോളം ഒഴുകിച്ചെന്ന് ആ രോഗിയിൽ പ്രവേശിച്ച് ആ രോഗിയുടെ സൂക്ഷ്മ ശരീരം ആദ്യം സുഖം പ്രാപിപ്പിക്കുന്നു, ശുദ്ധീകരിക്കുന്നു, പിന്നെ ഭൗതിക ശരീരം ശുദ്ധീകരിക്കുന്നു. ആ വ്യക്തി പൂർണ്ണ ആരോഗ്യവാനായി കാണുന്നു എന്ന് അഫർമേറ്റ് ചെയ്യുക. ഇത്രയും ചെയ്തിട്ട് റെയ്ക്കിയോട് നന്ദി പറയുക, പരമ്പരയോട് നന്ദി പറയുക. താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റെയ്ക്കി.